ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്ററേച്ചർ ക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടും നമ്മുടെ കുർബാന പുസ്തകം കൂടി ഉപയോഗിക്കുന്നത് ഈ ക്ലാസ്സുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുവാൻ എല്ലാവർക്കും സഹായിക്കും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ റാസാക്രമത്തിൽ മർമീസായ്ക്ക് ശേഷം വരുന്ന 3 ശ്ലോസകൾ ഓനീസദ് കങ്കെ, സ്ലീവ ചുംബനം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. മർമീസായിലൂടെ രക്ഷാകര ചരിത്രത്തിൻ്റെ പഴയ നിയമ കാലഘട്ടം അനുസ്മരിച്ച് മിശിഹായുടെ വരവനായി കാത്തിരിക്കുന്ന ആരാധന സമൂഹത്തിന് മുൻപിൽ ദൈവമഹത്വം കുടികൊള്ളുന്ന സ്വർഗത്തിൻ്റെയും രക്ഷയുടെയും അടയാളമായ സ്ലീവായുടെയും മഹത്വം പ്രഘോഷിക്കുകയും അവയിൽ പങ്കുചേരുവാൻ ആരാധനാ സമൂഹത്തെ ഒരുക്കുകയുമാണ് നമ്മുടെ കുർബാനയിലെ തുടർന്നു വരുന്ന പ്രാർത്ഥനകളിലൂടെയും ഓനീസദ് കങ്കയിലൂടെയും സ്ലീവ ചുംബനത്തിലൂടെയും. ആദ്യ നൂറ്റാണ്ടുകളിൽ ബേമയിലേക്കുള്ള പ്രദക്ഷിണത്തിനൊരുക്കമായി മദ്ബഹയിലുള്ളവർ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നിമിഷമായിരുന്നു ഇത്. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രദക്ഷിണം ഇപ്പോൾ നമ്മുടെ തക്സയിൽ കാണുന്നത് പോലെ ആരംഭത്തിലേക്ക് മാറ്റിയെങ്കിലും ഈ പ്രാർത്ഥനകളുടെയും അതിലെ ആശയങ്ങളുടെയും പ്രസക്തി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മിശിഹാ രഹസ്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ ഈ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഞായറാഴ്ചകളിലും കർത്താവിൻ്റെ മാറാനാത്ത തിരുനാളുകളിലും സാധാരണ ദിവസങ്ങളിലും ചൊല്ലാനുള്ള 3 ശ്ലോസകളാണ് നമ്മുടെ തക്സായിൽ കൊടുത്തിരിക്കുന്നത്. ഈ 3 പ്രാർത്ഥനകളുടെയും മുഖ്യ പ്രതിപാദന വിഷയം കുരിശു വഴി സഹനത്തെയും മരണത്തെയും തോൽപ്പിച്ച് ദൈവീക സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹായാണ്. മദ്ബഹയിലെ ബലിപീഠമാണ് മിശിഹായുടെ സിംഹാസനം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുൻപിൽ സ്നേഹ ചൈതന്യത്തോടെ വിധിയാളനായി യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന മിശിഹായാണ് ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. ദൈവസാന്നിധ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൃശ്യപ്രകാശമാണിത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുസ്മരണത്തിനായി ഒരുങ്ങുന്ന ആരാധനാ സമൂഹത്തിന് സ്വർഗത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം സമ്മാനിക്കുകയാണ് ഈ പ്രാർത്ഥനകളിലൂടെ. സ്വർഗം തുറക്കുന്ന ഈ സമയം ദൈവീക സിംഹാസനത്തെ പ്രതിനിധീകരിക്കുന്ന മദ്ബഹായെയും ബലിപീഠത്തെയും എത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടെയാണ് നാം നോക്കിക്കാണേണ്ടത് എന്ന് ഈ പ്രാർത്ഥനകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ചൈതന്യം മുഴുവൻ പ്രഖ്യാപിക്കുന്ന ഈ സുന്ദരമായ പ്രാർത്ഥനകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു സ്വർഗീയ ആനന്ദത്തിലേക്ക് ഉയർന്ന് സ്വർഗസ്തുതികളോട് ചേരുന്നു. ഹല്ലേലൂയ പാടുന്ന ആയിരക്കണക്കിന് കുറവന്മാരോടും പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്ന 10,000-കണക്കിന് ശ്രാപ്പന്മാരോടും മുഖ്യദൂതന്മാരോടും ചേർന്ന് ആരാധനാ സമൂഹം സ്തുതിഗീതങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ഒരു സുന്ദര നിമിഷമായി ഇത് മാറുകയാണ്. ഈ പ്രാർത്ഥനകൾക്ക് ശേഷം ഓനീസദ് കങ്കെ ആലപിക്കുകയും കാർമ്മികനും ശുശ്രൂഷികളും ആരാധനാ സമൂഹവും സ്ലീവ ചുംബിച്ച് വണങ്ങുകയും ചെയ്യുന്നു. 2 ഗണമായി ആലപിക്കപ്പെടുന്ന ഗാനത്തിനാണ് സുറിയാനി ഭാഷയിൽ ഓനീസ എന്ന് പറയുന്നത്. ഈ ഓനീസായിൽ സ്ലീവായുടെ മഹത്വം പ്രകീർത്തിക്കപ്പെടുന്നു. ആരാധനാ സമൂഹത്തിന് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് സ്ലീവ. സ്ലീവായുടെ മുൻപിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ഏതു സഹനത്തെയും പ്രലോഭനങ്ങളെയും നേരിടുവാനുള്ള ശക്തി സ്ലീവ ചുംബനത്തിലൂടെ ഏറ്റുവാങ്ങുവാൻ സഭ നമ്മെ ക്ഷണിക്കുന്ന നിമിഷമാണിത്. കുരിശിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അനന്ത സ്നേഹത്തിന് സ്നേഹത്തിൻ്റെ ആഴമേറിയ പ്രകാശമായ ചുംബനത്തിലൂടെ ആരാധനാ സമൂഹം സ്വർഗത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണിവിടെ. നമ്മൾ ഭക്തിയാദരവോടെ ചുംബിക്കുന്ന ഈ സ്ലീവ നമ്മുടെ കുർബാനയിലെ ഒരു നിത്യ സാന്നിധ്യമാണ്. ബേമയിലേക്കുള്ള പ്രദക്ഷിണത്തിലും സുവിശേഷ പ്രദക്ഷിണത്തിലും സുവിശേഷ വായനയുടെ സമയത്തുമെല്ലാം ഈ സ്ലീവ സംവഹിക്കപ്പെടുന്നുണ്ട്. ദിവ്യരഹസ്യങ്ങൾ പരിഗണന ചെയ്യപ്പെടുന്ന ബലിപീഠത്തിലെ
ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ശ്ലീവ. ബലിപീഠത്തിൻ്റെ പൂർണ്ണത ശ്ലീവായുടെ സാന്നിധ്യമാണ്. പൗരസ്ത്യ സഭാപിതാവായ നർസൈ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ അൾത്താര അലൗകിക പ്രഭയിലും സൗന്ദര്യത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതിന്മേൽ ആരാധ്യമായ ശ്ലീവായും ജീവൻ്റെ സുവിശേഷവും വിശുദ്ധ രഹസ്യങ്ങളും നിരത്തി വച്ചിരിക്കുന്നു. ഈ ശ്ലീവായെ ബഹുമാനിക്കുമ്പോൾ മിശിഹായുടെ ബലിജീവിതത്തോട് നാം കൂടുതൽ അടുക്കുന്നു. അങ്ങനെ മദ്ബഹായിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന കൂദാശയോട് വ്യക്തിപരമായി അടുത്ത് അതിൻ്റെ അർത്ഥതലങ്ങളെ ആഴത്തിൽ ധ്യാനിക്കാൻ ഈ ഗീതവും ശ്ലീവാ ചുംബനവും നമ്മെ സഹായിക്കുന്നു. ഒനീസാദ് കങ്കയും പ്രാർത്ഥനകളും ശ്ലീവാ ചുംബനവും ആരാധനാ സമൂഹത്തിന് ഒരുക്കത്തിൻ്റെ സമയമായിത്തീരുന്നു. സ്വർഗീയ ചിന്തകളിൽ തുടർന്ന് കുർബാനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഭയഭക്തി ആദരവോടെ പങ്കെടുക്കുവാൻ ഏവരെയും ഉദ്ബോധിപ്പിക്കുന്ന നമ്മുടെ കുർബാനയിലെ ഈ കർമ്മങ്ങളിൽ നമുക്കും ആദരപൂർവ്വം പങ്കെടുക്കാം.